ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. നമ്മൾ ഫാം വില്ലയിലേക്കും പിന്നെ ചാവക്കാട് ബീച്ചൊക്കെ കാണാൻ പോകുന്ന ഒരു മിനി വ്ളോഗാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഫാം വില്ലയിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഓണാക്കി കുറച്ചൊക്കെ എത്തിക്കഴിഞ്ഞു. രണ്ട് സൈഡ് പാടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഒരു പോയിൻ്റ് എത്തിയപ്പോൾ റോഡിൻ്റെ അങ്ങേയറ്റം കാണുന്നില്ല. എന്താണ് എങ്ങനെ വണ്ടി പോകാൻ പറ്റാൻ? റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറേ ദൂരം പോകണമായിരുന്നു. തിരിക്കാനൊന്നും പറ്റുന്ന സ്ഥലമല്ലായിരുന്നു. ഓപ്പോസിറ്റ് ആൾക്കാർ വരുന്ന കണ്ടത്. പിന്നെ അവർ പറഞ്ഞു വണ്ടി എടുത്ത് പോവാമെന്ന്. അങ്ങനെ അതിസാഹസികമായി പോയുള്ളൊരു യാത്രയാണ് ഇത്. എവിടെ ഹാംസ്റ്റർ? കടയില ഷോപ്പിലാണോ? എത്ര ഹാംസ്റ്ററിന് കാണണം? നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ചുറ്റിലും നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഈ വഴി പോകുമ്പോൾ. ഫാം വില്ലയിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇലയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് ക്യാമലിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഹോസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഗ്രാസ് തരും. അങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോന്ന് തരാം. ഈ ഒരു രണ്ട് ബേർഡ്സ്, ഇത് എന്താണ് പേരെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇവർ കപ്പിളാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇവർ ഏത് നേരം ഈ ഒരു ഹാർട്ട് ഷേപ്പ് ആ തല പൊസിഷൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ആനിമലാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിനൊരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പാരറ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെയും ഇതുപോലത്തെ ക്യൂട്ട് ഡ്രസ്സുകളാണ്. പിന്നെ എനിക്കിതിനൊക്കെ നല്ല ധൈര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിൻ്റെ അടുത്ത് ഞാൻ ചെന്നില്ല. ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ വീഡിയോ എടുത്ത് കാണുകയാണ് ചെയ്തത്. പിന്നെ ഓന്തുണ്ടായിരുന്നു. ഓന്തിനങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ഈ പുറത്തുള്ളവരൊക്കെ ഓരോരുത്തർ വീഡിയോ എടുത്തുള്ളതിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോഴികൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ തലയിൽ മറ്റേ തൊപ്പി വെച്ച പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. വേണ്ട പാവത് പാവാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഫിഷിൻ്റെ ഏരിയയിലേക്ക്. ഒരു ടാങ്കിൽ കുറേ ഫിഷ് ഉണ്ടായിട്ട് നമ്മൾ ആദ്യം പോയിട്ട് കൈ വാഷ് ചെയ്തിട്ട് വന്നാൽ അവർ നമുക്ക് കയ്യിൽ ഫീഡ് തരും. നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുക്കുക. കടിക്കില്ല വെച്ചോ. കുഞ്ഞു വെക്കണോ കറിച്ചിട്ട് ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പല ടൈപ്പ് ഓഫ് ആടുകളാണ് ഉണ്ടായിരുന്നത്. കുറേ വെറൈറ്റി ആടുകൾ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മോഡൽ ആടുകളും പിന്നെ അല്ലാത്ത തരം ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ടർക്കി ഡംബ കോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് അങ്ങനെ കൊഴുപ്പാണ് ആ ഒരു ബാക്കിലുള്ളത്. അവിടെ പിന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇവരുടെയൊക്കെ. അതാണ് ഉണ്ണി മുഖം പൊത്തിയിട്ടിരിക്കുന്നത്.
കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്ന ഒട്ടകപ്പക്ഷിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒട്ടകപ്പക്ഷിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2 കഴുതകളെ കണ്ടു. നമുക്ക് ഓരോരുത്തരെയും കൊടുക്കാനുള്ള ഫീഡൊക്കെ നമ്മുടെ കയ്യിൽ തരും. പിന്നെയുള്ള ഈ ഒരു മിനിയേച്ചർ ഹോഴ്സാണ്. പക്ഷെ ആളുടെ മുഖം കാണാൻ പറ്റിയില്ല. ആൾ ഏത് നേരം കൂട്ടിൻ്റെ ഉള്ളിലാണ്. തവണ വിളിച്ചു, പക്ഷെ ആൾ പുറത്ത് വന്നില്ല. ആൾ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. 2 ചെറിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരോട് തല്ലുകൂടിയിട്ട് എവിടെയെങ്കിലും തിരിഞ്ഞു നിൽക്കണം, പിണങ്ങി തിരിഞ്ഞു നിൽക്കണ പോലെ എനിക്ക് തോന്നിയത് ഇതിനെ കണ്ടിട്ട്. പിന്നെയാണ് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഹാംസ്റ്ററിനെ കണ്ടത്. പിന്നെ റാബിറ്റ് ഉണ്ടായിരുന്നു. ചിലതിലെല്ലാം അതിൻ്റെ പേരും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാബിറ്റിൻ്റെ തന്നെ വേറെ വേർഷനാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ദ മിനി ലോബ് എന്നാണ് ഇതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് കണ്ട ഈ ഒരു സാധനം ഞാൻ ആദ്യം വിചാരിച്ചു ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ നേരം നോക്കുമ്പോൾ ശ്വാസം എടുക്കുന്ന പോലെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കാണും. പക്ഷെ ആൾ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ആൾ ഭയങ്കര ഒതുങ്ങി കിടക്കുകയാണ് ഉണ്ടായിരുന്നത്. അലർജി ഉണ്ടാക്കാത്ത നീളൻ രോമങ്ങൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്കോര എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സാധനമായിരുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞൊരു മിനി വെർഷൻ ഓഫ് കങ്കാരു പോലെ. പിന്നെ കുറേ ടൈപ്പ് ഓഫ് ക്യാറ്റ് ഉണ്ടായിരുന്നു. പൂച്ചകളുടെ പല തരത്തിലുള്ള നമ്മൾ നോർമലുള്ള പേർഷ്യൻ ക്യാറ്റൂടെ നോർമൽ കാണുന്ന പേർഷ്യൻ ക്യാറ്റ് ഉൾപ്പെടെ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡെവിൾ ക്യാറ്റ് എന്ന് എന്തോ ആണ് ഇതിന് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര നല്ല ഒരു ഗുണ്ടുമണിയായിട്ടുള്ളൊരു ക്യാറ്റ്. നല്ല രസമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു സാധനം ഓടിന് കണ്ട്. പിന്നെയാണ് അവിടുത്തെ ആ ചേച്ചി ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാറ്റിനെ എടുത്തിട്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ക്യാറ്റിനെ എടുത്തിട്ട് വന്നത്. ഈ ഒരു കാണുന്ന സാധനം ഞാൻ ഒന്നുമില്ല അതിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് പറഞ്ഞത് അതൊരു തവളയാണ്, അത് ശ്വാസം എടുക്കുന്നൊക്കെ കാണുന്നുണ്ട്. ആ ഒരു യെല്ലോ കളറിൽ പിങ്ക് ഷെയ്ഡ് വരുന്നത് ശരിക്കും ഒരു തവളയാണ്.
ഇത്ര ബേർഡ്സാ? ഇത് കണ്ടാ റിജിട്ട്? ഇത് നോക്ക്. എന്താ അങ്ങോട്ട് നോക്കുന്ന അതടാ ആ മരത്തിന്റെ മോളില് കോടിന്റെ കൊരങ്ങ് രണ്ടെണ്ണം ഇതിന് നോക്ക്. വിളിച്ചേ അണ്ണാനല്ല കൊരങ്ങനാ. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ കുഞ്ഞ് പാരറ്റ്സിന് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടവർക്ക് കയറാം. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ ഒട്ടക പക്ഷിയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ണ് കാണാൻ നല്ല രസമുണ്ട്. ഫുൾ ബ്ലാക്കാണ് ആ വട്ടം. നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ജീവിയാണ്. ഇത് രണ്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കോഴികളുടെ അടുത്തൊക്കെ ചെന്നു. ഈ ഒരു കോഴിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, കൊക്കിൽ നമ്മളൊരു സാധനം കണ്ടാൽ അത് അതിനുള്ളതായിട്ട് തോന്നും. പക്ഷേ അത് ആക്ച്വലി ഒരു ക്ലിപ്പ് എന്തോ വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചാൽ അവരെ കൊക്ക് ആ ഒരു രീതിയിലാണ്. നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാ ഈ കാണുന്ന ഒരു കോഴിയാണ്. എന്ത് നീള അതിൻ്റെ വാലിന്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിങ്ങനെ തലയിൽ കുറേ ഉള്ള പോലത്തെ കുറേ കോഴികളെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, കുറേ നടന്നു. പിന്നെ വെയിലിൻ്റെ ഒക്കെ ആയുള്ള ഒരു ഇതിൽ ഇറങ്ങിയപ്പോൾ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ ചാവക്കാട് ബീച്ചിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സൺസെറ്റിൻ്റെ ടൈമിൽ നമുക്ക് ബീച്ചിൽ പോകുന്നത് അടിപൊളിയാണല്ലോ. അപ്പോൾ പോകുന്ന വഴി നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. ഈ കാണുന്ന ആൾക്കാർ മൊത്തം ബീച്ചിലേക്കുള്ളവരാണ്. നമുക്ക് പാർക്ക് ചെയ്യാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡഡായിരുന്നു. പിന്നെ ഈ കാണുന്ന ഒരു ആമ എന്ന് പറയുന്നത് വേസ്റ്റിനെ ആർട്ടാക്കിയുള്ള ഒരു ഫോമാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ഫോമുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.